ആനനെ തിന്നാൻ പറ്റുമോ? ബാക്കി ഇല്ലാത്ത ചോദ്യമാണല്ലോ. ആനനൊക്കെ തിന്നണമെങ്കിൽ അത്യാവശ്യത്തിന് ഉണ്ടാവൂലേ വില്ലണ്ണക്കൊക്കെ ഇറക്കണമെങ്കിൽ. അപ്പോ മാഷാ അല്ലാ, ഞാനും ബാക്കവിന്ന് നാട്ടിൽ പോകുമ്പോ ആനനെ കണ്ടത് ഇപ്പൊ വീഡിയോ ചെയ്യാൻ മാത്രമൊന്നുമില്ല. പക്ഷെ ഈ ആന കാവേരി എന്ന് പറയും, നമുക്ക് എല്ലാവർക്കും അറിയണം. സോഷ്യൽ മീഡിയ ഇളക്കി മറിച്ച ആന, നമ്മളെ ഷിമിലിന്റെ ആന. മലപ്പുറം കോണമ്പാറ ഇങ്കൽ വഴി പോകുമ്പോൾ വൈകുന്നേരങ്ങളിൽ സായാഹ്ന സമയത്ത് ഒരു ആനനെ പിടിച്ചിട്ട് ഇങ്ങനെ ആളിങ്ങനെ പോണ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ആന തിരിച്ചിങ്ങോട്ടുള്ള സ്നേഹം, ഷിമിലിന് അങ്ങോട്ടുള്ള സ്നേഹം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു കാണുന്നതാണ്. ആനനെ തിന്നാൻ പറ്റുമോ? ബാക്കി ഇല്ലാത്ത ചോദ്യമാണല്ലോ. ആനനൊക്കെ തിന്നണമെങ്കിൽ അത്യാവശ്യത്തിന് ഉണ്ടാവൂലേ വില്ലണ്ണ ഇറക്കണമെങ്കിൽ. അപ്പോഴാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ ബാക്കുവിന്റെ ചോദ്യത്തിലുള്ള മറുപടി. അതായത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്ന തൂഫയില് യഹ്റുമു അക്ലുൽ ഫീലി, ആനയെ ഭക്ഷിക്കൽ ഹറാമാണ്. അപ്പൊ ആനെ വളർത്താൻ പറ്റുമെന്നുള്ളതല്ല നിങ്ങൾക്ക് അടുത്ത് ചോദിക്കാണ്ടാവുക. അതായത് കാവൽ നിൽക്കാന്, അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾക്ക്, നമ്മുടെ നമ്മ ഇരുത്തും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആനയെ ഉപയോഗിക്കൽ അനുവദനീയമാണ്. പക്ഷെ ആനയെ ഭക്ഷിക്കൽ ഹറാമാണ്. ആനയെ ഭക്ഷിക്കണമെങ്കിൽ അത്യാവശ്യം. പക്ഷെ ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ആന സ്വകാര്യമായിട്ട് ചളിയില് അതുപോലെ തന്നെ കാടുകളിൽ ഒറ്റക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയും കൂടിയാണ്. അതായത് കൂടുതൽ സംസാരങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അത് ആന സംബന്ധിച്ചിടത്തോളം ആന കൂട്ടമായിട്ടാണ് നടക്കുക. നമ്മള് വയനാട്ടിക്ക് അതുപോലെ തന്നെ നമ്മളിവിടെ പോയി പോകുമ്പോ നമ്മൾ പറയും ഒറ്റ ആനയാണ് പേടിക്കേണ്ടത്. സംഭവം ശരി തന്നെയാണ്. കൂട്ടത്തോടെ പോകണമെങ്കിൽ അവരിങ്ങനെ ഇത് പോകും. പക്ഷെ ഒറ്റക്ക് വിട്ടിട്ടുള്ള ആനയെ പേടിക്കണം നമ്മൾ പറയും. കാരണം എന്താ, ആന ഒറ്റക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ആനയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ പ്രദേശങ്ങളിലൊക്കെ കാണും ഒറ്റക്ക് വളർത്തുമ്പോൾ അതിന് പ്രയാസം. അപ്പൊ അതിനനുസരിച്ച് അതിന് പരിചരണം കൊടുക്കണമെങ്കിൽ അനുവദനീയമാണ്. ഉദാഹരണം പറയുന്ന അബൂബക്കർ പറഞ്ഞു അല്ല ഹറാസത്തെ നമ്മൾ കാവൽ നിൽക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ആവശ്യം കാര്യങ്ങൾക്ക് ആനയെ ഉപയോഗിക്കണമെങ്കിൽ അനുവദനീയമാണ്. അല്ലാതെ മറ്റുള്ള ഒരു ഷോക്ക് വേണ്ടിയിട്ട് അനാരോഗ്യമായിട്ടുള്ള പ്രവർത്തനം ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഹറാമാണെന്നാണ് വീക്ഷണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ എന്നാണ്. ഏത് ജീവനുള്ള ജീവിയോടും കരുണ കാണിക്കുന്നതിന് പ്രത്യേകം പ്രതിഫലമുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ആനയാണെങ്കിലും മറ്റുള്ള മൃഗങ്ങളാണെങ്കിലും നായക്ക് വള്ളം കൊടുത്ത കാരണത്താൽ വേശ്യയായ പെണ്ണിന് സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയ ചരിത്രം നമ്മൾ പഠിച്ചവരാണ്. അതുപോലെ തന്നെ ഒരു പൂച്ചയെ കെട്ടിയിട്ടും ക്രൂശിച്ച ഒരു സ്ത്രീയെ നരകത്തിലാക്കിയ ചരിത്രവും അതും ഇസ്ലാം പഠിപ്പിച്ചതാണ്. അപ്പൊ ഏത് ജീവികളോടും അതിന്റെ മയത്തിൽ ലാഘവത്തോടെ ലയത്തോടു കൂടി ആനയെ വാങ്ങുന്നതിന്റെ വിൽക്കുന്നതിന്റെ വിധിയൊക്കെ എന്താ? കുല്ലുമ ഹറുമ ഇസ്തിഅമാലുഹു ഹറുമ ബൈഉഹു, ഏത് ഉദ്ദേശം വെച്ചിട്ടാണോ അവന് ഹറാമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവന് വാങ്ങുകയാണെങ്കിൽ അത് ഹറാമാണ് എന്നുള്ളതാണ് ഇതിലുള്ള വിധി. മാഷാ അല്ലാഹ്, ഇന്നത്തെ വീഡിയോ വ്യത്യസ്തമായിട്ടുണ്ട്. ആനയും അതുപോലെ തന്നെ ജീവികളുടെ സ്നേഹം നമുക്ക് പറയാൻ പറ്റും. അൽഹംദുലില്ലാഹ്, നമ്മൾ കൊളർക്കാത്തൊരു വിഷയട്ടെ കയറി കൂടിയതാണ്. ഏതായാലും ആനനോടുള്ള ആ ജീവികളോടുള്ള സ്നേഹമൊക്കെ വിചാരിച്ചിട്ട് ആന വാങ്ങണമെങ്കിൽ അത്യാവശ്യം വില ഉണ്ട്. ഇനി പോകട്ടെ, ഒരു ദിവസം ആനനെ നോക്കാനാണ് ചെലവ്. ഏകദേശം 4000 രൂപത്തോളം ചെലവുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഈ മൃഗസ്നേഹം പൂത്തിട്ട് ഇനി എന്താ ചെയ്യാൻ നിൽക്കണ്ട, പോയി പെടാൻ നിൽക്കണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല ആശിലാക്കി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വീഡിയോ കുറക്കാതെ വന്നു പോയതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം. മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.